ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അനീസ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. മസ്തി കിച്ചൺ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. കുക്കിംഗ് വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഒന്നുമല്ല, എങ്കിലും എനിക്കറിയാവുന്ന റെസിപ്പീസ് നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കടലമാവ് ഉപയോഗിച്ചിട്ടുള്ളൊരു കേക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് കടലമാവ് നന്നായി അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. വീണ്ടും നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 നുള്ളു മൈദപ്പൊടി ഇട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്യാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിലൊരു സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 25-30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെറു വെച്ച് ഇതൊന്ന് കുത്തി നോക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ആണ് നമ്മുടെ ഗ്രാം ഫ്ലോർ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.